ലിവിങ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് സാരീസ് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. ഒരുപാടൊന്നും അല്ല കേട്ടോ, വളരെ കുറച്ച് സാരീസേ ഉള്ളൂ. നേരത്തെ എന്താ പറയുക, ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ സാരി കമ്പൽസറി ആയിരുന്നു. നേരത്തെ എന്ന് വെച്ചാൽ ഒരു 3 വർഷം മുമ്പ്, മോനാവുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജിൽ സാരി കമ്പൽസറി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി സാരി തന്നെ ഉടുക്കണം. അപ്പോൾ നമ്മൾ മന്ത്ലി സാലറി ഒക്കെ കിട്ടുന്ന സമയത്ത് പോയി ഒരുമിച്ച് ഒരു 3-4-5 സാരി വാങ്ങിക്കുമായിരുന്നു. 3-4 സാരി എന്ന് പറഞ്ഞാൽ റേറ്റ് കുറഞ്ഞ സാരീസ്, ഒരു 600-700 റേഞ്ചിൽ വരുന്ന കോട്ടൺ സാരീസാണ് കേട്ടോ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്തിരുന്നത്. കാരണം നമുക്കത് ഉടുത്ത് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, ഒരു കാണാനും നമുക്കൊരു കംഫർട്ടബിൾ ആണ്. എനിക്ക് അങ്ങനത്തെ കോട്ടൺ സാരിയോടാണ് എനിക്ക് കൂടുതലും താല്പര്യം. എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, എൻ്റെ സ്റ്റുഡൻസൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. ഞാൻ കൂടുതലും ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ, കോളേജിലൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഉടുത്തുകൊണ്ടിരുന്നത് കോട്ടൺ സാരികളാണ്. അപ്പോൾ കോട്ടൺ സാരിയുടെ ഒരു കളക്ഷൻ തന്നെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം കോട്ടൺ സാരി എന്ന് പറയുമ്പോൾ അത് വളരെ കോമൺ ആണല്ലോ. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ കുറേ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് കോട്ടൺ സാരികൾ. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുള്ള കുറച്ച് നല്ല സാരീസ് എന്ന് വെച്ചാൽ പുതിയതൊന്നും അല്ല കേട്ടോ. എൻ്റെ കല്യാണ സാരി വരുന്നുണ്ട് അതിനകത്ത്, എൻഗേജ്മെൻറ്റ് സാരി, അങ്ങനെ കുറച്ച് സാരീസ് ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ട് ഞാൻ സാരി തന്നെ എടുത്തിട്ടില്ല എന്ന് പറയാം. ആകെ എനിക്ക് തോന്നുന്നത് മോനായതിനു ശേഷം ഞാൻ എടുത്തത് അവൻ്റെ പ്രാക്ടീസത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാരി എടുത്തായിരുന്നു. അതെന്ന് വെച്ചാൽ പഴയ സാരിയുടെയൊക്കെ ബ്ലൗസ് എനിക്ക് ടൈറ്റായി ആകെ പ്രശ്നമായി. അപ്പോൾ അതുകൊണ്ട് ഒരു സാരി അന്ന് ഞാൻ വാങ്ങിച്ചായിരുന്നു. അതാണ് ഈ ഒരു 3 വർഷത്തിനിടയിൽ ആകെ എടുത്ത ഒരു സാരി എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ എൻ്റെ പഴയ സാരികളാണ്. പിന്നെ ഞാൻ എന്താ പറയുക, ഭയങ്കര തേച്ച് അടക്കി വെക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം വലിച്ചു വാരിയൊക്കെ ഇടുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ സാരിയൊക്കെ കണ്ടിട്ട് ഒന്നും തോന്നരുത് കേട്ടോ നിങ്ങൾക്ക്. എന്നാലും അത്യാവശ്യം സൂക്ഷിക്കാറുമുണ്ട്. എന്നാലും അങ്ങനെ ഭയങ്കര എന്താ പറയുക, ശ്രദ്ധിച്ചും ഭയങ്കര കെയർഫുള്ളായിട്ടൊന്നും കെയർ ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ് കുറേ ഇങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എൻ്റെ കുറച്ച് സാരീസ്, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് സാരീസ് ഞാൻ കാണിച്ചു തരാം. ബാക്കി കുറേ സാരിയൊക്കെ അവിടെ കലൂരി ഇരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു ദിവസം നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് സാരീസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടോക്ക്, നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ അടിച്ചങ്ങട് പൊട്ടിച്ചേക്കാം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സാരികളിൽ ഒരെണ്ണമാണ് കേട്ടോ ഇത്. ഒരു മജന്ത ഷെയ്ഡ്, എന്നിട്ട് നല്ല വീതിയിൽ ബോർഡർ വന്നിട്ടുണ്ട്. ഒരു ടിഷ്യൂൻ്റെ ബോർഡറാണ് കേട്ടോ ഇത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഇത്. ഒട്ടും വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാനും നല്ല സുഖമാണ്. കണ്ടോ, ഇതായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ് സാരി കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. മമ്മിയുടെ അമ്മച്ചി എന്ന് വെച്ചാൽ എൻ്റെ അമ്മൂമ്മ എൻഗേജ്മെൻറ്റിന് ഉടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്ന സാരിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പോയാണ് എടുത്തത് കേട്ടോ. സെലക്ട് ചെയ്തതൊക്കെ ഞാനാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് വെയിറ്റുള്ള സാരിയോടും അതുപോലെ കസവുള്ള സാരിയോടും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു കുറച്ച് കസവുള്ളതൊക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. എനിക്കിഷ്ടമില്ലായിരുന്നു അത്രയും കസവുള്ള സാരി ഒക്കെ. ഞാൻ സിമ്പിളായിട്ടുള്ള സാരിയാണ് എടുത്തത്. പക്ഷെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് സാരിക്ക്. അപ്പം ഇതിൻ്റെ ബ്ലൗസും ഇതായിരുന്നു, ഈ ടിഷ്യൂവിൻ്റെ ബ്ലൗസാണ് ഇതിന് വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഷീമാട്ടിന്നാണ് ഞങ്ങൾ എടുത്തത്. മിക്ക സാരികളും ഞാൻ ഷീമാട്ടിന്നാണ് എടുക്കാറ്. കല്യാണത്തിന് മുമ്പാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഷീമാട്ടിയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഷീമാട്ടിന്നായിരുന്നു ഈ സാരി എടുത്തത്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ സാരി.
പക്ഷേ ഞാനത് ഒരുപാട് തവണയൊന്നും ഉടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3-4 തവണ ഞാൻ ഈ സാരി ആകെ ഉടുത്തിട്ടുള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും സാരി അങ്ങനെ അധികം ഉടുക്കാത്തതുകൊണ്ട് ഇതങ്ങനെ ഉടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാരികളിൽ ഒരെണ്ണം കേട്ടോ. ഞാനിത് വിടർത്തി കാണിക്കുന്നില്ല, ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ സാരി ഇത് തന്നെയാണ്, ബോർഡർ മാത്രം ടിഷ്യൂ വരും. ഇത് എനിക്കിഷ്ടപ്പെട്ട സാരികളിൽ ഒരെണ്ണമാണിത്, എൻ്റെ വെഡ്ഡിങ് സാരി കേട്ടോ. കല്യാണ സാരി നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. നമ്മുടെ ഫേവറേറ്റ് സാരികളിൽ ഒന്നായിരിക്കും നമ്മുടെ വെഡ്ഡിങ് സാരി. നമ്മൾ പിന്നീട് അങ്ങനെ ഉടുത്തിട്ടുണ്ടാവില്ല, എന്നാലും നമുക്കത് നമ്മൾ എന്താ പറയുക, ഒരു നിധി പോലെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സാരിയാണല്ലോ നമ്മുടെ വെഡ്ഡിങ് സാരി അലമാരിയിൽ. അപ്പോൾ അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ഒരു സാരിയാണിത്. കണ്ടോ, ഒരു ഗോൾഡൻ ഷെയ്ഡായിരുന്നു കേട്ടോ സാരി. ഇങ്ങനെ ഒരു ലീഫിൻ്റെ വർക്കൊക്കെ ആയിരുന്നു, ബോർഡറിൽ ഇങ്ങനെ ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആണ്. കാണുമ്പോൾ ഇത്തിരി ഹെവി വർക്കായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നമുക്ക് ഉടുക്കാനൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു വെഡ്ഡിങ് ഡേയുടെ അന്ന്. അപ്പോൾ ഇത് ഞങ്ങൾ ജയലക്ഷ്മി എന്നാണ് കേട്ടോ എടുത്തത്. കാരണം ഷീമാട്ടിയിൽ വെഡ്ഡിങ് സാരി നോക്കിയെങ്കിലും നമുക്ക് അങ്ങോട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് കിട്ടിയില്ല. ഒരുപാട് എന്താ പറയുക, വർക്ക് കൂടുതൽ, അല്ലെങ്കിൽ ബഡ്ജറ്റ് കൂടുതൽ, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയിരിക്കും സാരി. അപ്പം അങ്ങനെയുള്ള സാരി ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷീമാട്ടിയിൽ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ഓപ്ഷനായ ജയലക്ഷ്മി എന്നാണ് ഈ സാരി ഞങ്ങൾ എടുത്തത്. അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ. സാരിയും അതിൻ്റെ മറ്റ് എന്താ പറയുക നെറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ജയലക്ഷ്മിയിൽ നിന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഇതും എൻ്റെ ഫേവറേറ്റ് സാരി കളക്ഷനിൽ ഒന്നാണ് വെഡ്ഡിങ് സാരി. ഇതിൻ്റെ ബ്ലൗസും ഇതുപോലെ സെയിം ഇതേ മോഡൽ ബ്ലൗസ് തന്നെയായിരുന്നു. കൈക്ക് ഇതേ ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ള സെയിം ബ്ലൗസ് തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ. അടുത്ത എൻ്റെ ഫേവറേറ്റ് സാരികളിൽ ഒന്നാണ് ഇത് കേട്ടോ. എൻ്റെ മന്ത്രകോടി സാരി, അല്ലെങ്കിൽ വിരിപ്പാവ് സാരി എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വിരിപ്പാവ് സാരി. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ക്യാമറ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു വിരിപ്പാവ് സാരി. ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു കേട്ടോ, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്. ബോർഡറിൽ ചെറിയൊരു കസവുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ചെക്കൻ്റെ വീട്ടുകാരാണല്ലോ മന്ത്രകോടി എടുത്തു തരുന്നത്. അപ്പോൾ ഞങ്ങളും പോയായിരുന്നു, ഞാനും മമ്മിയും ഇവിടുന്ന് പോയായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഷീമാട്ടിയിൽ നിന്ന് തന്നെയാണ് ഈ സാരിയും എടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ആയിരുന്നു, ഈ പിങ്ക് ആയിരുന്നു ഇതിൻ്റെ ബ്ലൗസ്. കൈയുടെ അവിടെ ഇതുപോലെ കസവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വിരിപ്പാവ് സാരി. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൻ്റെ ബാപ്റ്റിസത്തിന് ഒരു സാരി എടുത്തായിരുന്നു എന്ന്. അതാണ് ഈ സാരി കേട്ടോ. ഒരു ടിഷ്യൂ സാരിയാണിത്. ഒട്ടും വെയിറ്റ് ഇല്ല ഈ സാരിക്ക്. പക്ഷേ ഈ സാരിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ലായിരുന്നു. ഇത് അറിയില്ലായിരുന്നു വെച്ചാൽ എടുത്തു കഴിഞ്ഞാൽ ഉടനെ അതങ്ങോട്ട് ചുളുങ്ങി അങ്ങോട്ട് പോയി. കാരണം ബാപ്റ്റിസത്തിൻ്റെ സമയത്ത് നമ്മൾ കൊച്ചിനെ എടുക്കുകയല്ലേ, അങ്ങോട്ട് നല്ല ഭംഗിയിൽ തേച്ചൊക്കെ എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷെ കൊച്ചിനെയൊക്കെ എടുത്തു വന്നപ്പോൾ ഈ സാരി അങ്ങോട്ട് ചുളുങ്ങി അങ്ങോട്ട്, അതാണ് ടിഷ്യൂ മോഡലാണ്. പക്ഷെ ഒട്ടും വെയിറ്റ് ഇല്ല. എനിക്ക് ഈ കളർ കോമ്പിനേഷൻ കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഞാൻ ഈ സാരി. ഇതും ഷീമാട്ടിയിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക സെലക്ട് ചെയ്തെടുത്തൊന്നുമല്ല ഈ സാരി. ജസ്റ്റ് ഈ കളറ് കണ്ട് അങ്ങോട്ട് എടുത്താണ്. കാരണം കുഞ്ഞായിട്ടാണ് പോയത്, അവന് 2 മാസമേ ഉള്ളൂ ആ സമയത്ത്. അപ്പോൾ അവൻ്റെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ പണ്ട് ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് പോയി എടുക്കുന്ന പോലെ ഞാൻ സാധാരണ ഒരു സാരി എന്താ പറയുക, ഒരു 600 രൂപയുടെ സാരി എടുക്കാൻ പോയാലും എനിക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടാണ് ഞാനൊരു സാരി സെലക്ട് ചെയ്യുന്നത്. അവിടെ കിട്ടാവുന്നതിലും ഏറ്റവും ബെസ്റ്റ് നോക്കും ഞാൻ. അപ്പം അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇത് ഞാൻ എടുക്കാൻ പോയപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് എടുത്തു. കാരണം ഒരുപാട് നോക്കാൻ എൻ്റെ മനസ്സിൽ കൊച്ചു കരയുന്നു, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, അവൻ്റെ കാര്യം നോക്കണം എന്നൊക്കെയാണ്. അവനെയും കൊണ്ടുപോയായിരുന്നു, എന്നാലും എത്രയും പെട്ടെന്ന് തണുപ്പിൽ നിന്നൊക്കെ ഒന്ന് പുറത്തോട്ട് പോകണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. സാരി സെലക്ട് ചെയ്യാനൊന്നും ഉണ്ടായില്ല. അപ്പോൾ കളറ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീടാണ് ഇത് എടുക്കുന്നുണ്ടായിരുന്നു. ഇതിനെനിക്ക് തോന്നുന്നത് അന്നൊരു 4000 റേഞ്ചൊക്കെ വന്നു ഈ സാരിക്ക്. പിന്നീട് എനിക്ക് തോന്നി ഈ സാരി എടുക്കണ്ടായിരുന്നു. കാരണം എത്ര തേച്ച് വെച്ചാലും ഇതങ്ങോട്ട്
എന്താ പറയുക, ചുളിയിരിക്കുന്ന പോലെ തന്നെ ഇരിക്കും. അത് ഈ ടിഷ്യൂ സാരിയുടെ ഒരു പ്രത്യേകതയാണത്. പെട്ടെന്ന് അങ്ങനെ ചുളുക്ക് വീഴുക. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഈ സാരിയുടെ കളർ. ഒരു പീച്ചും ഒരു ഗ്രീൻ, ഒരു ചാണകപ്പച്ച, അങ്ങനത്തെ ഒരു ഗ്രീൻ, ഒരു ഡബിൾ ഷെയ്ഡാണ് ബോർഡർ വരുന്നത് കേട്ടോ. ഒരു പിങ്കും ചാണകപ്പച്ചയും കൂടി വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാരി ആണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കാതിരിക്കുക കേട്ടോ. ഇങ്ങനത്തെ ടിഷ്യൂ സാരിയൊക്കെ എടുക്കാതിരിക്കുന്ന നല്ലത്. കാരണം നമ്മൾ ഇത്രയും കാശ് കൊടുത്തൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു പെർഫെക്ഷൻ ഇല്ലെങ്കിൽ വെറുതെ ആയി പോവില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാരിയൊക്കെ എടുക്കാതിരിക്കുക കേട്ടോ. അടുത്ത എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഒരു പാരറ്റ് ഗ്രീൻ സാരി കേട്ടോ. പാരറ്റ് ഗ്രീൻ, പിന്നെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്, ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി, പിങ്ക്, ഓറഞ്ച്, അങ്ങനെ എംബ്രോയ്ഡറി വർക്ക്. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 5 കൊല്ലം പഴക്കമുള്ള സാരിയാണ്. പക്ഷെ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ആ സമയത്ത് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ എന്തോ കൊമേഴ്സ് ഫെസ്റ്റിനോ അങ്ങനെ എന്തോ എടുത്തൊരു സാരിയാണിത്. പിന്നെ ഇത് ഞാൻ ഷീമാട്ടിന്നോ ജയലക്ഷ്മിന്നോ ഒന്നും അല്ല എടുത്തത്. അപ്പോൾ മിലൻ എന്ന് പറയുന്ന ഒരു ബൊട്ടീക്കിൽ നിന്നാണ് ഞാനിത് എടുത്തത്. മിലൻ നിങ്ങൾക്ക് അറിയായിരിക്കും, MG റോട്ടിൽ ഉള്ള മിലനിൽ നിന്നാണ് ഞാൻ ഈ സാരി എടുത്തത്. അപ്പോൾ ഈ മിലനെ പറ്റിയൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. നല്ല മെറ്റീരിയൽസ് ഉണ്ട് അവിടെ, നല്ല സാരി കളക്ഷൻസ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ പോയി നോക്കിയപ്പോൾ എനിക്ക് ഈ സാരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. വേറെ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മുടെ എന്താ പറയുക, ഈ ഷീമാട്ടിയിലൊക്കെ ഉള്ള പോലെ കുറേ വെറൈറ്റീസ് നമുക്ക് ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കാനൊന്നും അവിടെ പറ്റില്ലല്ലോ. അവിടെ അത്യാവശ്യം അവരിങ്ങനെ കാണിച്ചു തരാണ്, കബോർഡിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാണ്. മറ്റേതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടേക്കുന്നൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഈ കളർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എടുത്തതാണ് ഈ സാരി. മിലനിന്നാണ് സാരി എടുത്തത്. ബ്ലൗസ് ഇതുപോലെ തന്നെ ഈ ഗ്രീനായിരുന്നു. ബോർഡറിൽ ഇങ്ങനെ നേരിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട സാരിയിൽ ഒന്നാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഒരു സാരി ആണ് കേട്ടോ ഇത്. ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് തോന്നുന്നത് ഒരു 10 കൊല്ലം പഴക്കം ഉണ്ടാവും ഈ സാരിക്ക്. എൻ്റെ ഡിഗ്രി ഫെയർവെല്ലിൻ്റെ സാരി ആയിരിക്കും. അപ്പോൾ എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും ഈ സാരി ഞാൻ ഉടുത്തിരിക്കുന്നത്. BCom ഫെയർവെല്ലിൻ്റെ സാരി ആയിരുന്നു കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഉടുക്കാറുമുണ്ട് ഈ സാരി. ഇത് ഞങ്ങൾ ജയലക്ഷ്മിന്നാണ് ഈ സാരി എടുത്തത്. ഇതിൻ്റെ ബ്ലൗസും ഈ ഒരു പ്ലെയിൻ കളറാണ്. കൈയുടെ അവിടെ ഈ ഒരു ബോർഡറും വരും. ഇതൊരു ലൈറ്റ് വെയിറ്റ് സാരിയാണ് കേട്ടോ. ഇതിങ്ങനെ വർക്കാണെങ്കിൽ ഇത് ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് സാരികളിൽ ഒന്നാണ് കേട്ടോ. എൻ്റെ ഫെയർവെൽ എന്നെ പറഞ്ഞല്ലോ എനിക്ക് കോട്ടൺ സാരികളോടാണ് കൂടുതൽ താല്പര്യം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാനിവിടെ ഒറ്റ കോട്ടൺ സാരി നിങ്ങളെ കാണിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. ഈ റെഡ് ഗ്രീൻ കോമ്പിനേഷൻ അത് എവിടെ കണ്ടാലും ഞാൻ പറയില്ലേ എനിക്കിഷ്ടമാണ് ഈ റെഡ് ഗ്രീൻ കോമ്പിനേഷൻ. ഇപ്പോൾ ചുരിദാറാണെങ്കിലും കുർത്തിയാണെങ്കിലും ഈ റെഡ് ഗ്രീൻ കോമ്പിനേഷനോട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സാരി കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ ഈ റെഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഈ കോട്ടൺ സാരി. ഇതിൻ്റെ ബ്ലൗസും ഇതുപോലെ തന്നെയാണ്, പ്ലെയിൻ റെഡും ബോർഡറിൽ ഈ ഒരു ഗ്രീൻ ഷെയ്ഡുമാണ് വരുന്നത്. അപ്പം ഇതും എൻ്റെ ഫേവറേറ്റ് സാരിയാണ്. ഇതെനിക്ക് തോന്നുന്നത് ഒരു 500 റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. 500-600 റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കല്യാൺ സിൽസിൽ നിന്ന് എടുത്താണെന്ന് തോന്നുന്നു. ഒരു RD സെയിൽസ് വന്നപ്പോൾ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് കല്യാൺ സിൽസിൽ പോയിട്ട് ഒരു 5-6 സാരി ഒരുമിച്ച് എടുത്തായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു സാരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ സാരി കളക്ഷൻസ്. അപ്പോൾ എല്ലാ സാരീസൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള സാരീസ് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീട്ടിലെല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്ത ദിവസം പുതിയൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.